നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് തുടങ്ങിയ വിഷയം, പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം, അല്ലെങ്കിൽ എൻ്റെ ഇച്ഛയല്ല അങ്ങ് എന്തിച്ഛിക്കുന്നു, അങ്ങ് എന്താഗ്രഹിക്കുന്നു അതുപോലെ നടക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഫാദേഴ്സ് വിൽ. We looked at the Gospel of Matthew and how Matthew records that account as Jesus went through his last hours. We see that in the sequence, മത്തായി സുവിശേഷകൻ അത് എഴുതി വെച്ചപ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തു ആ പ്രാർത്ഥനയിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ, അനുഭവങ്ങൾ അവിടെ നടന്നുവെന്ന്, സംഭവങ്ങൾ നടന്നുവെന്ന് കാണിച്ചതിന് ശേഷം അവിടെ യേശുക്രിസ്തു ഞാൻ ത്യജിക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുവാൻ പോകുന്നു എന്നുള്ള കാര്യം ശിഷ്യന്മാരോട് ചൂണ്ടിക്കാണിച്ചിട്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണം, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല അങ്ങയുടെ ഹിതം എന്തോ അതുപോലെ നടക്കട്ടെ. So in the Gospel of Matthew, he talks about that sequence of about having told his disciples, I'm about to be betrayed. If it's possible, oh God, remove this cup from me. But it's not my will, but thy will be done. And we also looked at the Gospel of Mark. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ചിന്തിച്ചു. അവിടെയും മർക്കോസിൻ്റെ ആ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത പ്രേരണയിൽ എഴുതിയപ്പോൾ മർക്കോസ് നമ്മൾ വേറൊരു ഭാഗം കൂടെ, ഒരു ഘട്ടം കൂടെ അതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതേ സംഭവങ്ങൾ എടുത്ത് കാണിച്ചതിന് ശേഷം മർക്കോസ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഒരു വ്യത്യസ്ത അനുഭവം, ഒരു വാക്ക് നമ്മൾ കണ്ടു. പിതാവേ എന്ന് മാത്രമല്ല, അബ്ബാ പിതാവേ. ദൈവമക്കളെ, നമ്മൾ ആ ബന്ധം മറന്നു പോകല് കേട്ടോ. We shall not forget that relationship that we would have with the Heavenly Father. നമ്മുടെ വില എവിടെ ഇരിക്കുന്നറിയാമോ? അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ നമുക്ക് പദവിയുള്ളത് കൊണ്ട്. We are redeemed by the blood of the Lord Jesus Christ. We are adopted into his family. He has given us the sonship. നമുക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തുവിൻ്റെ ആ കുടുംബത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ കുടുംബത്തിലേക്ക് നമ്മളെ ദൈവം വിളിച്ച് വരുത്തി ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മളെ കാണിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് മർക്കോസോട് പറഞ്ഞു, മർക്കോസേ, ഒരു വാക്കും കൊണ്ട് എഴുതിക്കോ. യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവേ എന്ന് മാത്രമല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു അനുഭവം. And I said there's intimacy in that declaration, in that prayer. ആ പ്രാർത്ഥനാ വാചകത്തിൽ അല്ലെങ്കിൽ ആ അഭിസംബോധനയിൽ ഒരു അടുപ്പത്തിൻ്റെ ഘട്ടമാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഏറ്റവും സൗഹൃദമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ, ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്താലും ആ വ്യക്തിക്ക് അറിയാം നമ്മുടെ മനോഭാവം എന്താണെന്ന്. നമ്മളെ ആ വ്യക്തി ഒരിക്കലും തെറ്റിദ്ധരിക്കത്തില്ല. ചങ്ക എന്ന് പറഞ്ഞാലും, എടാ സാറേ എന്ന് പറഞ്ഞാലും, എടാ ബ്രോ എന്ന് പറഞ്ഞാലും, നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിക്ക് നമ്മൾ എങ്ങനെ അവരെ കണ്ടുമുട്ടിയാലും, എങ്ങനെ നമ്മൾ അവരെ പേര് വിളിച്ചില്ലെങ്കിലും അവർക്കറിയാം നമ്മുടെ മനോഭാവം. ഇല്ലേ? ശരിയല്ലയോ? If we have that close to someone, that intimate with someone, we can address them in any way we want and they'll know exactly what we mean. We don't have to describe it. We don't have to say their name. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതുപോലെ നമ്മളോട് അടുത്തിരിക്കുന്ന ദൈവമുണ്ട് നമുക്ക്. മാത്രമല്ല, നമ്മളെ അത്രത്തോളം അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. We should realize that there's a God who knows exactly who we are, exactly what we are. റോമാലേഖനത്തിൽ ഞാൻ തോന്നുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒക്കാതിരിക്കുമ്പോഴും നിന്റെ ഞരക്കങ്ങൾ പോലും പ്രാർത്ഥനയായി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഓർത്ത് വയ്ക്കുക, there are some times when we pray we can't get the words out. There are sometimes we can get the words out but it doesn't make sense. It's not clear. Maybe there's so much sighing, ദീർഘശ്വാസം വിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, കണ്ണുനീര് മാത്രമുള്ള അനുഭവങ്ങൾ. ആ കണ്ണുനീരും ആ ദീർഘശ്വാസവും അതിൻ്റെ അർത്ഥം അറിയുന്നൊരു പിതാവാണ് നമ്മുടെ പിതാവ്. That's who our God is. അതുകൊണ്ട് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരു മടി ഉണ്ടാകില്ല. അത് മാത്രമല്ല, അത് നമ്മളെ കാണിക്കുന്ന ബന്ധത്തിൻ്റെ ആഴം നമ്മൾ മറന്നു പോകല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും യേശുക്രിസ്തു എപ്പോഴാണ് അത് പ്രാർത്ഥിക്കുന്നറിയാമോ?
ജീവിതം അവസാനിക്കുവാൻ അല്ലെങ്കിൽ കൊല്ലപ്പെടുവാൻ പോകുന്ന ആ നിമിഷം, അല്ലെങ്കിൽ മറ്റവരുടെ മുൻപാകെ നിർത്തി നിന്ദിക്കുന്ന അനുഭവങ്ങൾ വരുവാനുണ്ടാകുന്ന നിമിഷം, അടി ഏൽക്കാൻ പോകുന്ന നിമിഷം, മുൾക്കിരീടം വെക്കാൻ പോകുന്ന നിമിഷം, ഈ യാതനയും കണ്ണുനീരും വേദനയും ഒക്കെ തൊട്ട് മുൻപിൽ കണ്ട ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം, ആ വേദനയുടെ നടുവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം, അബ്ബാ പിതാവേ എന്നും. We must have that desire. And we ended with what Luke writes in his account. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ലൂക്കോസിനെ കാണിച്ചു കൊടുത്തതെന്നാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച വായിച്ച് നിർത്തിയത്. The Gospel of Luke chapter 22 is where we were. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായമായിരുന്നു നമ്മൾ വായിച്ച് നിർത്തിയത്. 40 മുതൽ 43 വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. Amen. ഇവിടെ ലൂക്കോസ് 1-2 പുതിയ അനുഭവങ്ങളുടെ ക്രിസ്തുവിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് കാണിക്കുവാൻ നമുക്ക് വായിക്കുവാൻ ഇടയാകുന്നുണ്ട്. We can see a couple of new perspectives from the Gospel of Luke. As Luke researches, as Luke writes the Gospel under the inspiration of the Holy Spirit, we see some new things. One, ഈ സീക്വൻസ് അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ കാഴ്ചപ്പാട് പ്രാർത്ഥിക്കുന്ന അറിയുമ്പോൾ അവിടെ ഏറ്റവും നമ്മളെല്ലാം ചിന്തിച്ച വിഷയമാണ്, അവിടെ ഈ ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഞങ്ങളിൽ ആരാണ് വലിയവൻ? Who is the greatest among them? That's the debate they're having as Jesus is telling them, as Jesus is agonizing, as Jesus is seeing the pain that is before him. The disciples are wondering who is the greatest among us. അതിൻ്റെ ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, ഇവരുടെ കൂടെ 3.5 വർഷം നടന്ന ക്രിസ്തു ഒരൊറ്റ പ്രാവശ്യം പോലും വലിപ്പം ഭാവിക്കാൻ സമയമെടുത്തില്ല, അവസരം ഉപയോഗിച്ചില്ല. There are many times in which Christ could have said and shown and demonstrated how great he is, but not in a single instance did he do that. On the contrary, he served everybody that he came across. വലിപ്പം കാണിച്ചില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ, ക്രിസ്തു നടന്ന വഴിയിൽ ആരെങ്കിലും വന്നാൽ അവർക്കെല്ലാം ഒരു സെർവൻ്റായിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. വഴിയേ ഇരുന്ന് ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമെന്ന് വിളിച്ച വ്യക്തിക്കും അവിടെ നടപ്പ് നിർത്തി അല്ലെങ്കിൽ യാത്ര നിർത്തി തിരിഞ്ഞു നോക്കി നിനക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് ചോദിക്കുവാൻ മനോഭാവമുള്ള ഒരു ദൈവം. നമ്മുടെ കുറച്ച് ഒരു പ്രഗത്ഭനായ ഒരു പ്രസംഗി വന്നാൽ, ഞാൻ ഡാളസിൽ എൻ്റെ ഒരു അനുഭവം പറയാം, അവിടെ വലിയൊരു കോൺഫറൻസ് നടക്കുന്നു. ലോകം അറിയപ്പെട്ട ഒരു മലയാളി പ്രസംഗകൻ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ 3-4 പേര് വഴിയൊരുക്കുവാൻ, പുറകിൽ 3-4 പേര് വഴിയൊരുക്കുവാൻ. എന്നിട്ട് അവർ വരുമ്പോൾ ആൾക്കാരെയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റുക. ഭയങ്കര VIP ട്രീറ്റ്മെൻറ്റ്സാണ്. പക്ഷെ നമ്മുടെ ക്രിസ്തു ആണെങ്കിൽ ഏത് VIP ട്രീറ്റ്മെൻറ്റാണ് പുറകെയാണ് പോയത്? What treatment did he go after? Nothing. He said, who can I serve? I know what my assignment is. As the disciples are debating who is the greatest among us, Jesus Christ is saying, Lord, let not my will be done, but thy will be done. ദൈവമക്കൾ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നെങ്കിൽ നമുക്ക് വലിപ്പം ഭാവിക്കാൻ ഒന്നുമില്ല കേട്ടോ. ദൈവസ്ഥനിൽ കടന്നു വരുമ്പോൾ, ഒരു സഭായോഗത്തിൽ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുവിശ്വാസം നമ്മൾ സംസാരിക്കുമ്പോൾ, when we spend time with each other, the saints of God, the brothers and sisters in Christ, when we come to the sanctuary, when we come into the presence of God, we must realize there's nothing great about us. The greatness that we have is only the fact that Jesus Christ died for us. നമ്മൾ എത്രയോ പേര് പാരമ്പര്യങ്ങൾ പറഞ്ഞ് വലിപ്പം കാണിക്കാറുണ്ട്. ഒന്നുമില്ല അതിൽ. There's not much to boast about. നമുക്ക് പ്രശംസിക്കാൻ വേറെ ഒന്നുമില്ല, വലിപ്പം ഭാവിക്കാൻ വേറെ ഒന്നുമില്ല. പൗലോസ് പറയുന്നു, എനിക്ക് പ്രശംസിക്കാൻ ഒരൊറ്റ വകയേ ഉള്ളൂ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്.
നമ്മൾ അന്യോന്യം അല്ലെങ്കിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നമ്മളിൽ ആരാ ഏറ്റവും വലിയവനെന്ന് കാണിക്കാനല്ല. യേശുക്രിസ്തു പറഞ്ഞു, യു വാണ്ട് ബി ദ ഗ്രേറ്റസ്റ്റ്, ബിക്കം ദ സെർവൻറ്റ് ഓഫ് ഓൾ. നിനക്ക് വലിപ്പമുള്ളതാകണോ, നിനക്കൊരു വലിയ മനുഷ്യനാകണോ, എല്ലാവരുടെയും ദാസനായി മാറ്. അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കും ഏറ്റവും വലിയത്. സോ ഇവിടെ ശിഷ്യന്മാർ അങ്ങനെ വിവാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് വേദനിക്കുക. മരണവേദനയാൽ അതിദുഃഖിതനായിരുന്ന ക്രിസ്തു നോക്കിയപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിൽ ആരാണ് വലിയവനെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമത് ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഫാദർ 42-ാമത്തെ വാക്യത്തിൽ, ഇഫ് ഇറ്റ് ഈസ് യു വിൽ ടേക്ക് ദിസ് കപ്പ് ഫ്രം മീ, നെവർദലെസ് നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ ബി ഡൺ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഞാൻ ചോദിക്കട്ടെ, പിതാവിന് കഴിയുമായിരുന്നോ? യെസ്, ദ ഫാദർ കുഡ് ഹാവ് കം അപ്പ് വിത്ത് 100 different ways. പക്ഷെ ഉൽപ്പത്തി മുതൽ കർത്താവ് ദൈവം ഒരു തീരുമാനമെടുത്തിരുന്നു. ഒരു സ്ത്രീയുടെ സന്തതി വന്ന് ഇല്ലേ, ആ തീരുമാനം പൂർത്തീകരിക്കണം. ദൈവത്തിന് അറിയാം എങ്ങനെയാണ് വീണ്ടെടുപ്പും രക്ഷയും നൽകേണ്ടെന്ന്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റുവാൻ പിതാവിന് കഴിയുമായിരുന്നു. ക്രിസ്തുവിന് അതറിയാം. The Son knows that the Father can come up with 100 different ways for our salvation and for our redemption. That's why knowing that, Jesus says, I know you can, but will you please remove this cup from me? പക്ഷെ അടുത്ത വാചകം ഉണ്ടല്ലോ ക്രിസ്തുവിൻ്റെ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ആ പ്രാർത്ഥനയിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹങ്ങൾ അങ്ങോട്ട് സമർപ്പിച്ച് വെച്ചിട്ട് ആമേൻ പറയുന്നതിന് മുമ്പ് പറയണം, കർത്താവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ കർത്താവ് ഡോക്ടർ ആകണം. എന്നിട്ട് ആ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവേ എന്നാലും എൻ്റെ ഹിതമല്ല. എൻ്റെ കുഞ്ഞ് ഇന്ന വ്യക്തിയാകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി ലഭിക്കണം, ഇന്ന പ്രൊമോഷൻ, ഇന്ന ആഗ്രഹം, ഇന്ന വിഷയം, ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും അതേ ഉത്സാഹത്തോടെ നമുക്ക് പറയാൻ ഒരു താല്പര്യം ഉണ്ടാകണം. പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. Here you see that even though the Father could have come up with a different process, a different way, Christ is saying, my responsibility, my obligation is not to get my way in this process, but to simply say, Father, I want to magnify your will. പിതാവേ എൻ്റെ മഹത്വമോ എൻ്റെ ഇച്ഛയുമല്ല ഇവിടെ വലുതാക്കേണ്ടത് നാഥാ, അല്ലെങ്കിൽ പിതാവേ അങ്ങയുടെ ഹിതം എന്തോ അത് മാത്രം എനിക്ക് വലുതാക്കണം. ചിന്തിക്കണം, a sinless man who had many offers from the devil. അവിടെയും ദൈവത്തിൻ്റെ വാക്കിൽ മറുപടി നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം പിതാവിൻ്റെ ഹിതം. A sinless man who faced the same temptations as us. നമ്മൾ അനുഭവിക്കുന്ന പ്രലോഭനങ്ങൾ അനുഭവിച്ച ക്രിസ്തു അവിടെ ഒന്നും വീഴാതെ അവിടെയും യേശു ക്രിസ്തു ജീവിതത്തിൽ കാണിച്ചു തന്നു, പിതാവേ അങ്ങയുടെ ഹിതം. A sinless man who lived through insults, doubts and questions from his audience. അവിടെയും നമ്മൾ മനസ്സിലാക്കുന്നു, പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. So if you look through the life, not just the 3 years that we see as the public ministry, but the 33 years that Jesus Christ lived on this earth, every single day he magnified the Father's will. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന മൂന്നാമത്തെ പുതിയ അനുഭവം in verse 43, 43-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. Then an angel appeared to him from heaven, strengthened him. The Gospel of Matthew doesn't record that. The Gospel of Mark doesn't record that. But as soon as Jesus Christ prayed, not my will, thy will be done, the Heavenly Father says, my angel is coming to minister to you. An angel from heaven is coming to minister to you. When we completely magnify the name and the will of God in our lives, നമ്മുടെ ജീവിതത്തിൽ ദൈവനാമവും ദൈവഹിതവും
എത്രത്തോളം നമ്മൾ വലുപ്പമായി കാണുന്നോ അവിടെയെല്ലാം നമ്മളെ സഹായിക്കുവാൻ ദൈവം നമ്മളോട് കൂടെയുണ്ട്. In any one of those and every one of those situations where we say, God, your name must be glorified, your will must be done, even though it may be difficult for us to carry that cross, God says, I will send you someone to help you in carrying out the cross. When Jesus started his ministry, we see that the Holy Spirit took him to the wilderness. അവിടെ ഒരാൾ പ്രത്യക്ഷനായല്ലേ? യേശുക്രിസ്തു മരുഭൂമിയിൽ പോയപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞതേ ഉള്ളൂ. മരുഭൂമിയിൽ പോയി 40 ദിവസം ഇരുന്നപ്പോൾ അവിടെ ഒരാൾ നുഴഞ്ഞു കയറി വന്നു. അവിടെ വന്നിട്ട് പറഞ്ഞു, ആ അവസാന നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ when he was in that, you see the devil come and gives him some offers. ഒന്നാമത് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാക്കാൻ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് അത്രയ്ക്കും വിശപ്പൊന്നുമില്ല, മനുഷ്യന് അപ്പത്തിൽ മാത്രമല്ല, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞു, ഓർക്കുന്നോ? നീ എടുത്ത് ചാട്. എന്തോ ചെയ്യും? ദൂതന്മാരെ ആ കൽപ്പിച്ചുകൊണ്ട്, എന്താ നിന്റെ കാല്, jump off this cliff, the angels will be there to protect you. അങ്ങനെ സാത്താന് അറിയാം, ദൈവഹിതം ചെയ്താൽ ദൂതന്മാരുണ്ടെന്ന് സംരക്ഷണത്തിന് വേണ്ടി. ആ യാഥാർത്ഥ്യം അറിയുന്ന സാത്താൻ ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ നോക്കുക. അവിടെ എടുത്ത് ചാടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവദൂതന്മാരെല്ലാം ക്രിസ്തുവിനെ സൂക്ഷിച്ചേനെ. പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ട വിഷയം, അവിടെയും ദൈവം യേശുക്രിസ്തു തൻ്റെ മഹത്വമോ വലിപ്പമോ ഒന്നും കാണിക്കാൻ പോയില്ല. അവിടെ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവേ, നീ പരീക്ഷിക്കല്ല്. യു ഷാൽ നോട്ട് ടെംപ്റ്റ് യുവർ ഹോളി ഗാഡ്. അതാണ് അവിടെ മറുപടി. എന്താണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? When you look at the life of the Israelites, you see how many times the scripture says they tempted God. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പല അവസരങ്ങളിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ ദൈവത്തെ പരീക്ഷിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? What does it mean that the Israelites tempted holy God? യേശുക്രിസ്തു ദൈവം സംഖ്യാപുസ്തകം 14 അധ്യായം അതിന് 22 വാക്യം നമുക്കൊന്ന് വായിക്കാം. Numbers chapter 14 and verse 22. അവിടെ ദൈവം പറയുവാണ് ഇസ്രായേൽ മക്കളെക്കുറിച്ച്. സംഖ്യാപുസ്തകം 14:22 നമ്മൾ വായിച്ച വാക്യം. അവിടെ ദൈവം പറയുവാണ്, ഈ ഇസ്രായേൽ മക്കൾ ഞാൻ ചെയ്ത അത്ഭുതങ്ങളും എൻ്റെ തേജസ്സും എൻ്റെ മഹിമയും എൻ്റെ അത്ഭുതങ്ങളും എല്ലാം കണ്ട ഇസ്രായേൽ മക്കൾക്ക് ഇപ്പോൾ എൻ്റെ വാക്ക് കൂട്ടാക്കാൻ ഒരു മനോഭാവമില്ല. എൻ്റെ ഹിതം അറിയുവാൻ അവർക്കൊരു മനോഭാവമില്ല. എൻ്റെ ആഗ്രഹം അറിയുവാൻ അവർക്കൊരു മനോഭാവമില്ല. God is saying, Israelites, you've seen the miracles. You've seen all the things that I've done for you. You've seen my glory. You've seen all the things that I've done. And now 10 times you have tested me. 10 പ്രാവശ്യം നിങ്ങൾ എന്നെ പരീക്ഷിച്ചു. എങ്ങനെയാ? ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാതെ, ദൈവത്തിൻ്റെ ഹിതത്തിന് കാതുകോർക്കാതെ, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാതെ, ദൈവത്തിൻ്റെ വാക്കിനെ മറുതലിച്ച്, ദൈവത്തിൻ്റെ വാക്കിന് അനുസരണക്കേട് കാണിച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം പറയുവാൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പരീക്ഷിക്കുന്നത്? അന്നേരം ക്രിസ്തുവിനോട് സാത്താൻ വന്ന് പറഞ്ഞു, എടുത്ത് ചാട്, ദൂതന്മാരെ അവിടെ വെച്ചേക്കും. എന്നിട്ട് യേശുക്രിസ്തു പറയുവാണ്, നിന്റെ ദൈവമായ യഹോവേ, നീ പരീക്ഷിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പിതാവിൻ്റെ വാക്കറിയാം, എനിക്കെൻ്റെ പിതാവിൻ്റെ മഹത്വം അറിയാം, എനിക്കെൻ്റെ പിതാവിൻ്റെ ആഗ്രഹം അറിയാം, എൻ്റെ പിതാവിൻ്റെ ഇച്ഛ അറിയാം. അതുകൊണ്ട് നീ പറയുമ്പം എടുത്ത് ചാടുവാൻ, ദൈവത്തിൻ്റെ വാക്ക് ഞാനൊരു അനുസരണക്കേട് കാണിക്കുവാൻ എനിക്കൊരൊറ്റ മനസ്സില്ല. ഇറ്റ്സ് നോട്ട് മൈ വിൽ, ഇറ്റ്സ് മൈ ഫാദേഴ്സ് വിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ അവഗണിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആ അനുഭവത്തിൽ നമ്മൾ പറയുന്ന വിഷയം, പിതാവേ അങ്ങയുടെ ഹിതമല്ല, ഇതെൻ്റെ ഹിതം. നമ്മൾ മറുതലിക്കുകയാണ്, നമ്മൾ വിപരീതം പറയുവാണ്. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കുന്നെങ്കിൽ, നിങ്ങൾ എൻ്റെ വാക്ക് കൂട്ടാകുന്നെങ്കിൽ, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന വിഷയം, നിങ്ങൾ എൻ്റെ ഹിതം ആഗ്രഹിക്കുന്നു. You search, you look after my will, and you are able to declare that within your own experience. ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, when I read that the angel of the Lord was sent, നമുക്ക് യഥാർത്ഥമായി ആത്മാർത്ഥതയോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഹിതം മാത്രം എന്നിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നെങ്കിൽ, അതാണ് നമ്മുടെ കേന്ദ്ര വിഷയമെങ്കിൽ, നമുക്ക് എത്ര ശക്തി കുറഞ്ഞാലും, എത്ര ബലഹീനത അവസ്ഥയിലായാലും അവിടെയൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. There's a beautiful lesson that I learned. The more we magnify the Father's will, ചിന്തിച്ചു നോക്കിയേ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കഠിനമായ വേദനയിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുവാൻ വേറെ ആരും കാണത്തില്ല, നമ്മുടെ കണ്ണീര് തുടയ്ക്കുവാൻ വേറെ ആരും കാണുന്നില്ല, നമുക്കൊരു പ്രോത്സാഹന വാക്ക് പറയുവാൻ ഒരുപക്ഷെ വേറെ ആരും കൂടെ ഇല്ല എന്നായിരിക്കും യാഥാർത്ഥ്യം. യേശുക്രിസ്തു അതല്ലേ അനുഭവിച്ചത്. 3 പേരെയും കൊണ്ടുപോയി. 3 പേര് എന്ത് പോയി? അവർ ഉറങ്ങിപ്പോയി. യേശുക്രിസ്തു അവർക്കൊരു അപേക്ഷ, Christ gave them a request, you sit here and pray with me. ചിന്തിക്കണം, എത്രയോ ആൾക്കാർ കടന്നു വന്ന് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, അപ്പം കഴിച്ചു, സൗഖ്യം പ്രാപിച്ചു. അവസാനം 3 പേരെ കൊണ്ട് കർത്താവ് പോയത് പ്രാർത്ഥിക്കാൻ. ആ 3 പേർക്ക് പോലും ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല. ദൈവപുത്രൻ ആ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, കണ്ണുനീര് വാർക്കുവാൻ ആരും കൂടെ ഇല്ലായിരുന്നപ്പോൾ, ഒരു പ്രോത്സാഹന വാക്ക് പറയുവാൻ ആരും കൂടെ ഇല്ലായിരുന്നപ്പോൾ, പിതാവേ അങ്ങയുടെ ഹിതമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മകനെ അത് തന്നെ, പക്ഷെ നീ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ വന്നിട്ട് ഉറങ്ങിപ്പോയി കാണാം. കരച്ചിൽ കാണുവാനും പ്രോത്സാഹന വാക്ക് പറയാനും വേറെ ആരും ഇല്ലായിരിക്കാം, പക്ഷെ നീ ഒറ്റയ്ക്കല്ല, ദൂതൻ നിന്നോട് കൂടെയുണ്ട്. So people of God, that's what encourages us to pray. നമ്മൾ ഏകാന്തത അനുഭവിക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമുക്ക് പ്രേരണ വിഷയം എന്നറിയാമോ? വേറെ ആരുമില്ല എങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിഷയം നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാന് കൊടുത്ത ഇതേ അനുഭവം എങ്ങനെ എഴുതിയിരിക്കും നമുക്ക് കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Gospel of John chapter 12, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം, അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. Amen. Now this my soul, John chapter 12 verse 27 and 28. Now my soul is troubled, and what shall I say? Father, save me from this hour. But for this purpose I came to this hour. Father, glorify your name. Then a voice came from heaven saying, I have both glorified it and will glorify it again. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും ക്രിസ്തുവിൻ്റെ അവസാന നിമിഷങ്ങളായിട്ടാണ് ആ സുവിശേഷകന്മാർ ഈ അവസ്ഥ നമ്മളെ കാണിക്കുന്നത്. പക്ഷേ യോഹന്നാൻ സുവിശേഷം അത് അവസാനത്തിലല്ല നമ്മളെ കാണിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ യാത്രയിൽ ക്രിസ്തു അനുഭവിച്ച യാതനയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. പക്ഷേ രസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അധ്യായത്തിൽ കാണുന്ന വിഷയം യേശുക്രിസ്തുവിനെ വളരെ അധികം മഹത്വീകരിച്ച അനുഭവമാണ് ഇവിടെ കാണുന്നത്. We see many events in which Christ is exalted and glorified. One, he is in the house of Mary, Martha and Lazarus in Bethany. ബഥാനിയയിൽ മറിയയുടെയും മാർത്തയുടെയും ലാസറിൻ്റെയും വീട്ടിലിരിക്കുന്ന ക്രിസ്തു, അവിടെ മറിയ കടന്നു വന്ന് നല്ല ഭരണി
കുറച്ച് എണ്ണ സുഗന്ധവർഗ്ഗമൊക്കെ ഒഴിച്ച് കർത്താവിൻ്റെ കാലൊക്കെ ഒന്ന് കഴുകി. എന്നാൽ അവിടെ വായിക്കുന്നു, ആ സുഗന്ധവർഗ്ഗം ആ ഭവനത്തിൽ മുഴുവൻ പടർന്നു. We see that fragrance spreading throughout the house. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന അടുത്ത അനുഭവം എന്താണെന്നറിയാമോ? വഴിയരികിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ. The time when Christ is exalted in the streets. We see people singing Hosanna, glory unto the highest, and people are proclaiming praises. He's walking in the streets. People are lined up and they're exalting this King of Kings and the Lord of Lords. ഈ രണ്ട് വലിയ സന്തോഷ അനുഭവങ്ങൾ അനുഭവിച്ച കർത്താവ് അതേ അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, കർത്താവേ, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മാനുഷിക അവസ്ഥ നോക്കണേ. അടുത്ത വാചകം, ഞാൻ എന്തു പറയണ്ടു? നമ്മളൊക്കെ പറയുന്ന വിഷയമല്ലയോ? നമ്മളൊക്കെ കൂടെ ആവർത്തിക്കുന്ന വിഷയം. ഞാൻ എന്തോ പറയാനാ, ഞാനിനി എന്തോ ചെയ്യാനാ? ഒരു പക്ഷേ നമ്മൾ തെറ്റായി പറയുന്ന വേറെ വിഷയമുണ്ട്. ഇനിയൊന്നുമില്ല, പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പ്രാർത്ഥനയല്ലാതെ ഒന്നുമില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. പ്രാർത്ഥനയാണ് എല്ലാം. So prayer is not the last word, but you see the humanity of Christ. യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യത്വം നമ്മൾ കാണുന്നുണ്ട്. The humanity of Christ says, Lord, my soul is troubled. And what shall I say? എനിക്ക് പറയാൻ വാക്കില്ല. ഇതാരാ പറയുന്നറിയാമോ? ഒരു വാക്ക് കൊണ്ട് ഭൂമിയെ മുഴുവൻ മുളവാക്കിയ കർത്താവ് പറയുക, പിതാവേ, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, എനിക്ക് എന്തു പറയണമെന്ന് അറിയത്തില്ല. What shall I say? What word shall I use? എന്നിട്ട് പറയുകയാണ്, Father, save me from this hour. പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ. നമ്മൾ ആദ്യം വായിച്ച വാക്യങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല, മത്തായിലും മർക്കോസിലും ലൂക്കോസിലും. What we read in Matthew, Mark and Luke, he said, Father, if it's possible, remove this cup from me. ഇല്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. ഇവിടെ യോഹന്നാൻ പറയുവാണ്, പാനപാത്രം മാത്രമല്ല, ക്രിസ്തു പറയാ, ദൈവമേ, ഈ സമയം ഒന്ന് മാറ്റിത്തരണമേ, ഈ മണിക്കൂർ, ഈ നാഴിക എന്നിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ എത്രയോ സന്തോഷമായേനെ. Lord, if you can remove this hour from me, remove this time slot from me, save me from this hour. അത്രയേ ഉള്ളൂ യേശുക്രിസ്തുവിൻ്റെ വാക്ക്. സോ നമുക്ക് വാക്ക് മുട്ടലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ദൈവസേനയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അടുപ്പമുള്ള നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് വാക്കില്ല പറയുവാൻ, എൻ്റെ വേദന അങ്ങോട്ട് പഠിപ്പിക്കുവാൻ എനിക്കുള്ള കഴിവില്ല, പ്രാപ്തിയില്ല, കുഴപ്പമില്ല. ദൈവത്തിന് നമ്മളോട് ഒരു പിണക്കവും കാണിക്കത്തില്ല. I was telling the young people during a Bible study that my prayers are often fragments or statements or questions. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞാൻ മടുത്തു, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, മുന്നോട്ടെങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ കുറച്ച് വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് പറയുന്നതല്ലാതെ എൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ സ്വർഗ്ഗസ്നായ പിതാവേ എന്നും പറഞ്ഞ് വലിയൊരു മനോഹരമായ പ്രാർത്ഥനയൊന്നും പലപ്പോഴും നടന്നിട്ടില്ല. പക്ഷെ ഞാനൊരു സീക്രട്ട് പറയാം, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവം എന്നെ ഇതുവരെയും കൈവിട്ടിട്ടില്ല. My God has never said, stop praying that way. My God has never said, your prayer is not eloquent. My God has never said, stop complaining to me. Every time we go to the presence of God, if we have intimacy, we can cry out in any way that we want. And we can even borrow the words of Christ and say, Lord, I don't know what to say. I don't know what words to use in this situation. Even in all those circumstances, I can guarantee you there's a God who hears our prayers. ഒരു ഭവനത്തിൽ വളരെ അനുഗ്രഹപ്രദമായി അഭിഷേക തൈലം കൊണ്ട് അനുഗ്രഹിച്ച ഒരു അനുഭവം, അതിനുശേഷം വഴിയരികിൽ വലിയ വലിയ ആഘോഷം, ജനങ്ങളെല്ലാം കർത്താവിനെ പുകഴ്ത്തുന്ന അനുഭവം. ഈ രണ്ട് നല്ല അനുഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ, കർത്താവേ, എൻ്റെ ഉള്ളം കലങ്ങുന്നു, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. Save me from this hour. So we should understand the context of what all four gospel writers are saying. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ കർത്താവ് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. എന്നിട്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ ഹിതമല്ല
അങ്ങയുടെ ഹിതം. ഇവിടെ യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വിഷയം, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എങ്കിലും ഇത് നിമിത്തമാണല്ലോ ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നത്. Jesus is saying, I have come for this purpose. Now it's not simply that your will is done. Yes, that will is there. And that will, I was part of that decision. I knew why I was sent on this earth. I knew exactly what time this would happen. I knew exactly the purpose for which I was sent. And Lord Jesus is saying, now I know, Lord, this is the purpose for which I sent. Yes, it would be better if I was saved from this hour, but I realized this is my purpose. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ദൈവമേ, എൻ്റെ ഇഷ്ടം ഇതാണ്, പക്ഷേ അങ്ങയുടെ ഹിതം എന്ത്? Lord, this is my desire, but what is your purpose for me in my life? നമ്മൾ പലപ്പോഴും ഇന്നലെ നമ്മൾ കേട്ടതുപോലെ പല കാര്യങ്ങൾ ബിസി ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് നിർത്തി ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതമാണോ? ഇതാണോ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം? God, is this your purpose for me? When I struggle, do I stop and ask and complain, or do I say, Lord, you send me here on this earth and you give me a purpose, I will fulfill that purpose? നമ്മളെല്ലാവരും കടന്നു പോകുന്ന അവസ്ഥയിൽ കർത്താവായ യേശുക്രിസ്തു കാണിച്ച മാതൃക നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. എത്ര കണ്ണുനീരോ വേദനയോ സങ്കടമോ സന്തോഷമോ ആഹ്ലാദമോ വന്നാലും അവിടെയൊക്കെ നമ്മൾ പറയണം, കർത്താവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. അവിടെയൊക്കെ നമ്മൾ പറയണം, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഉദ്ദേശം എന്തോ അത് മാത്രം എന്നിൽ പൂർത്തീകരിക്കണം. ഒരു പഴയ പാട്ടുകാരിങ്ങനെ പാടി, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. Lord, lead me with your will, your desire on a consistent basis. Not my will at all, O God, but my heavenly Father, my Jehovah, your will. ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ല അടിയൻ. വളരെ പ്രയാസം, പാടാൻ എളുപ്പം കേട്ടോ. നമ്മുടെ എല്ലാം ചിന്തിക്കുക. It says, I'm not looking for just a pleasant, I'm not asking for a pleasant life. I'm not looking for the riches and the glory. I'm not asking for all the luxury and the lavishness of his life. That's not my prayer request. That's what the songwriter is saying. നമ്മളെല്ലാവരും ഒരു പക്ഷേ സത്യാവസ്ഥ പറഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രാർത്ഥന അതല്ലയോ? കർത്താവേ, നല്ലൊരു വീട്, നല്ലൊരു സുഖസൗകര്യമായ ജീവിതം, കർത്താവേ, നല്ല നല്ല ധനങ്ങൾ, മാനങ്ങൾ, പ്രൊമോഷൻസ്, ജോലി. ഞാൻ പറയുന്നില്ല പ്രാർത്ഥിക്കുന്ന തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പാട്ടുകാരൻ പറയുന്നതുപോലെ, കർത്താവേ, എന്നാലും എൻ്റെ ഹിതമല്ല. We can put our prayer requests before God, before the Heavenly Father, and at the same time we have to have the mindset to say, Lord, not my will, thy will. അന്ധകാരം, ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്ക് ആശീർവാദം. Lord, whatever comes into my life, whether it's darkness, whether it's fear, whatever you have commanded or ordained in my life, it's all a comfort, it's all a blessing to me. ആ മനോഭാവം ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു താല്പര്യമുണ്ടാകണം, അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം, കർത്താവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം.